കറി എപ്പോഴും ഒരു പ്രശ്നമാണല്ലേ. എന്നാൽ ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ സാധനത്തിന് കറിയോ ഉപ്പേരിയോ ഒന്നും വേണ്ട കേട്ടോ. അതിനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികൾ എടുക്കുക കേട്ടോ. ചെറുതായി കുനുകുനാന്നരിഞ്ഞിടണം. പിന്നെ നമുക്ക് തേങ്ങയും കൂടി വേണം കേട്ടോ. ഇനി ഒരു ഉരുളി എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കടുകും അതുപോലെ തന്നെ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വഴണ്ടു വന്ന ഉള്ളിയിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിളിന്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. വേണ്ടവർ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഉരുളിന്റെ താഴെ എന്താവും, പറ്റി പിടിക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ സൈഡിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ബട്ടൺ ഇല്ലേ, ആ ലൈക്ക് ബട്ടൺ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാ ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ റേഷൻ അരിന്റെ ചോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോറ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെന്ത് പോവാത്ത ചോറ് വേണം ഉപയോഗിക്കാൻ. ഇനി അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ ടൈം തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.